പൂരമെന്നാൽ വെടിക്കെട്ടും കുടമാറ്റവും എല്ലാം ചേരുന്ന എല്ലാ തരത്തിലുമുള്ള ആ ഒരു നിറവിന്റെ ആഘോഷമാണ്. അവിടെയാണ് വെടിക്കെട്ടിന് കനത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം. വലിയ ആശങ്കയാണ് പൂരപ്രേമികൾക്കെന്ന് വ്യക്തമാണ്. ജെയ്സൺ ചാമുളപ്പിൽ പൂരനഗരിയിൽ നിന്നും ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമുളപ്പിൽ. പൂരമെന്നാൽ ജെയ്സനും എനിക്കും എല്ലാവർക്കും ഒരു ആവേശമാണ്. പക്ഷേ ആ പൂരത്തിന്റെ ആവേശം പൂർണ്ണമാകണമെങ്കിൽ വെടിക്കെട്ട് കൂടി വേണം. ഇത്തവണ വെടിക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് പൂരപ്രേമികൾക്ക്? ഗുഡ് ഈവനിങ് സുജയ. പുലിക്കളിക്ക് തൃശ്ശൂരിൽ വന്നിട്ട് അതിൻ്റെ കമ്പക്കെട്ടൊക്കെ കണ്ടതാണ്, അതിൻ്റെ എല്ലാ വശങ്ങളും കണ്ടതാണ്. അത്രയേറെ അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി പുരുഷാരം വരുന്ന അത്രയധികം ആഘോഷം നിറഞ്ഞ ഒരു തൃശ്ശൂർ പൂരത്തിനാണ് ഈ വരുന്ന ഏപ്രിൽ 30-ന് കൊടിയേറുന്നത്. മെയ് 6-നാണ് തൃശ്ശൂർ പൂരം നടക്കുക. ഈ കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ പിന്നെ ആഘോഷത്തിൻ്റെ ലഹരിയിലേക്ക് കടക്കുകയാണ്. മേളം, അതുപോലെ തന്നെ ഒരുക്കങ്ങൾ, ആന, വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി ചമയങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങി തൃശ്ശൂരിൻ്റെ ഓരോ മണൽത്തരിയും പൂരത്തിലേക്ക് ലയിച്ചു കഴിയും. ഇത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും തൃശ്ശൂർ പൂരത്തിന് നേരിടുന്ന വലിയ പ്രതിസന്ധി, എന്തെങ്കിലുമൊക്കെ ഒരു നിയമക്കുരുക്കൾ, ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഒക്കെ ഭാഗത്തു നിന്നുള്ള കർശനമായ നിയമങ്ങളിലെ ഇടപെടലുകൾ എല്ലാം മറികടന്നു വേണം ഒരു തൃശ്ശൂർ പൂരം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ. ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ ഐക്കണായ തൃശ്ശൂർ പൂരത്തിന് നടത്തുന്നതിന് പിന്നിലുള്ള കഥകൾ നിരന്തരമായി ദേവസ്വങ്ങൾ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായും ദേവസ്വങ്ങളെ അലട്ടുന്നത്. വെടിക്കെട്ടിന് പുതിയ നിയമം, പെസോയുടെ പുതിയ നിയമം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. ആ നിയമം വെച്ച് വെടിക്കെട്ട് നടത്താനാകില്ല എന്ന വളരെ വ്യക്തമാണ്. തൃശ്ശൂർ നഗരത്തിൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലാണ് പുലർച്ചയ്ക്ക് ഏകദേശം 3:30 വെടിക്കെട്ട് നടക്കുക. ആ വെടിക്കെട്ട് കാണാൻ ആർക്കും ആ പരിസരത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ അത്രയേറെ കർശനമായ നിയമങ്ങളാണ് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പെസോ ഇറക്കിയിരിക്കുന്ന നിയമത്തിലൂടെ സംജാതമായിരിക്കുന്നത്. ഇതിനെ മാറ്റുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ ദേവസ്വങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രയോഗത്തിൽ വരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ദേവസ്വങ്ങൾ പരസ്യ പ്രതികരണമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, തൃശ്ശൂരിൻ്റെ MP എന്ന് പറയുന്നത് പെട്രോളിയം വകുപ്പിൻ്റെ സഹമന്ത്രി കൂടിയാണ്. ആ പെട്രോളിയം വകുപ്പിൻ്റെ കീഴിലുള്ള പെസോയാണ് ഇത്തരത്തിലുള്ള പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് കൂടുതൽ ദുഃഖകരമായ കാര്യമായിട്ട് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം MP, ആ MP-യുടെ കീഴിലുള്ള ഒരു വകുപ്പ്, ആ MP-യുടെയും കേന്ദ്രമന്ത്രിയായ MP-യുടെ ഇടപെടൽ അടിയന്തരമായി വേണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. പീയൂഷ് ഗോയലുമൊക്കെ ആയിട്ട് സംസാരിച്ചു, സുരേഷ് ഗോപിയായിട്ടൊക്കെ സംസാരിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. ഈ ഘട്ടത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് ദേവസ്വങ്ങൾ എത്തിച്ചേരുന്നു. ഈ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും ഇനി നിയമ നടപടിയിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാകും എന്നാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി ഇടപെടുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കനിയുമോ? പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് MP-ആയി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ പോകുന്നത്? നമുക്ക് കാത്തിരിക്കാം. ജെയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.